ഉപ്പുതറയിൽ വീടിനുള്ളിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്ന BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് സ്ഫോടനം നടന്ന വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്യാസ് ലീക്കായതാണ് സ്ഫോടന കാരണമെന്നതിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും VC വർഗീസ് പറഞ്ഞു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, KK രാജപ്പൻ, ജെയിംസ് തെക്കൊമ്പിൽ എന്നിവർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഉപ്പുതറ ടൗണിൽ ഫാത്തിമ ഗോൾഡ് കവറിംഗ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അൻസാരി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനം, ആ സ്ഫോടനം ഈ ഉപ്പുതറ ടൗണിലെ പരിസര പ്രദേശത്തെ ആൾക്കാരുടെ മനസ്സിൽ വലിയ ഭീതി പരത്തിയിരിക്കുകയാണ്. ആൾക്കാർ വലിയ സംശയത്തോടെയാണ് ആ സ്ഫോടനത്തെ നോക്കിക്കാണുന്നത്. കാരണം അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനം വരുന്നു. അതിൻ്റെ ആ വീടിനോട് സ്ഫോടനം നടന്ന വീടിൻ്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ ആ ഭിത്തികൾ വിള്ളുകയും വലിയ ഷെയ്ക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദൂരെ നിന്ന് പോലും ആൾക്കാർ അവിടെ ഓടിയെത്തിയ ഒരു സാഹചര്യം, അത്രമാത്രം ഉഗ്ര സ്ഫോടനമാണ് നടന്നത്. അത് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണെന്നുള്ള ഒരു കിംവദന്തിയാണ് പരത്തിയിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അത് ഗ്യാസ് പൊട്ടിത്തെറിച്ചൊരു സ്ഫോടനമല്ല. കാരണം ഗ്യാസ് സിലിണ്ടർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത പോലീസ് അന്വേഷിച്ചിട്ട് അവർ പറയുന്നത് ഗ്യാസ് ലീക്കേജ് ആണെന്നൊക്കെയാണ് ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗ്യാസ് ലീക്കേജിൻ്റെ വിഷയമല്ല, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച വിഷയമല്ല, എന്തോ ദുരൂഹമായിട്ടുള്ള സ്ഫോടനം നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും NIA പോലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ കാശ്മീരിലും മറ്റ് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നിരിക്കുന്ന സ്ഫോടനങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം. അവിടെയെല്ലാം ശാന്തമായി സ്ഫോടനങ്ങൾ കുറയുകയും പ്രശ്നങ്ങൾ ഒതുങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വലിയ ഭീതിയാണ് ഉപ്പുതറയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങളുടെ മനസ്സുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യം, ഈ അൻസാരിയുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനം, അത് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ തന്നെ, കേന്ദ്ര ഏജൻസി തന്നെ അത് അന്വേഷിച്ച് അത് ആ ആൾക്കാരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഭീതി അകറ്റേണ്ടതാണ്.